السلام عليكم ورحمة الله تعالى وبركاته. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. پڑھ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുന്ന ഈ സദസ്സിൽ അവിടത്തോട് മഹബത്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അങ്ങേ അയച്ചിട്ടില്ല നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് പറയുകയാണ്. സത്യമല്ലേ? തൻ്റെ ഉമ്മത്തി, തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് എന്താണ് ശരിയെന്നും ഏത് കാര്യമാണ് തെറ്റെന്നും പഠിപ്പിച്ചു കൊടുത്തു. ഏത് കാര്യമാണ് പ്രവർത്തിക്കരുതെന്നും എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തീങ്ങളോട് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ. എവിടെ നിന്നാണ് അങ്ങത്തൊരു നേതാവിനെ കിട്ടുന്നത്? ഏത് സമൂഹത്തിനാണ് അങ്ങത്തൊരു നേതാവിനെ കിട്ടുന്നത്? അത് റഹ്മത്തല്ലേ? അത് ഉമ്മത്തീങ്ങളുടെ റഹ്മത്തല്ലേ? അതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിളിച്ചു പറയുന്നത്. അതെ, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതും അവിടത്തോട് മഹബത്ത് കാണിക്കുന്നതും ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ ഖൈറുള്ള കാര്യമാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് കാണിക്കണമെന്ന് പറയുന്നത്. അവിടുത്തോട് മഹബത്ത് കാണിക്കേണ്ടത് ഓരോ ഉമ്മത്തീങ്ങളുടെയും കടബാധ്യതയാണ്, ഓരോ ഉമ്മത്തീങ്ങളുടെയും കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അവിടുത്തെ മേൽ ദായിമു സ്വലാത്ത്, നിത്യമായി സ്വലാത്ത് ചെല്ലുന്നവനാകണം. അവിടുത്തോട് ഏറ്റവും ഇഷ്ടം വെക്കുന്ന ഏറ്റവും വലിയ അടയാളം എന്തെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് അവിടത്തോട് ഇഷ്ടം വെക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുറിവേറ്റ പോരാട്ടമല്ല ഉഹുദ് പോരാട്ടം. ആ ഉഹുദ് പോരാട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ പ്രകാശിക്കുന്ന മുഖത്ത് അമ്പിൻ്റെ ചീള് വന്ന് തിറക്കുകയാണ്. അമ്പിൻ്റെ ചീള് വന്ന് തിറക്കുകയാണ്. ഈ സമയത്ത് അതാ ഇത് കണ്ട ഒരാൾ ഓടി വരികയാണ്. സാഹിബു ഫിൽ ഗാർ റദീഫു ഫിൽ അസ്ഫാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ഇലാ ജനാബി റസൂലില്ലാ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരികയാണ്. ഇത് കണ്ടതാ മറ്റൊരു ഭാഗത്തു നിന്ന് മറ്റൊരാളും ഓടി വരികയാണ്. ആരാണ്? സയ്യിദുനാ അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂബക്കറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചികിത്സിക്കാൻ പോകുന്ന അബൂബക്കറേ, ഇത്തവണ അവസരം എനിക്ക് തരാമോ? അസ്അലകല്ലാഹ് യാ അബൂബക്കർ തറക്തനീ. ഓ അബൂബക്കറേ, അല്ലാഹുവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇത്തവണ അവസരം എനിക്ക് തരാമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേറെ നിർവാഹമില്ല. ആ അവസരം ഒന്ന് ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊടുക്കുകയാണ്. ഉടനെ തന്നെ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോവുകയാണ്. എന്നിട്ടതാ തങ്ങളുടെ ചുണ്ടുണ്ടല്ലോ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ നേരെ വെക്കുകയാണ്. എന്നിട്ടതാ തങ്ങളുടെ മുൻപല്ല് കൊണ്ട് അമ്പിന്റെ ചീളൊന്ന് പറിച്ചെടുക്കുകയാണ്. തീർന്നില്ല കേട്ടോ, മറ്റൊരു ഭാഗത്തും അമ്പിന്റെ ചീള് തറച്ചിട്ടുണ്ട്. അതിനെയും അതാ പറിച്ചെടുക്കുകയാണ്. ആ സമയത്തതാ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപല്ല് പൊട്ടിപ്പോവുകയാണ്.
പിന്നെ അങ്ങ് മരണം വരെ മുൻപല്ലില്ലാതെ ജീവിച്ച സ്വഹാബിയാണ് ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. കാരണം എന്തെന്നറിയണ്ടേ? ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, അല്ലയോ സഹാബോ, എനിക്ക് എൻ്റെ പല്ലിനേക്കാളും എൻ്റെ ജീവനേക്കാളും എൻ്റെ ശരീരത്തിനേക്കാളും എല്ലാം എൻ്റെ റസൂലിനോടാണ് മഹബത്തെന്ന് ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് കാണിക്കേണ്ടത് അവിടുത്തെ ഉമ്മത്തീങ്ങളായ നമ്മുടെ കടബാധ്യതല്ലേ? ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ. മനസ്സിൻ്റെ അകത്താളത്തിലേക്ക് ചെന്നുകൊണ്ട് ചിന്തിച്ചു നോക്കണം മുഅ്മിനീങ്ങളെ. 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, അവിടത്തോട് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, നല്ല കരഞ്ഞുകൊണ്ട് അവിടത്തെ സ്നേഹിക്കാൻ വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് അതിലേക്ക് കടക്കണം മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റുള്ള സജ്ജനങ്ങളെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് കാണിക്കേണ്ടത് ഏറ്റവും വലിയ അടയാളമല്ലേ? അവിടത്തോട് മഹബത്ത് കാണിക്കണം, അതിനൊരു തെളിവല്ലേ? അള്ളാഹു ധാരാളം സ്വലാത്ത് ചെല്ലാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്കം വെക്കുന്ന ആശിഖ് റസൂലാവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.